ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. ഒഡീഷ FCയുടെ ഹോം ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. നോവോസൗദോയി തുടർച്ചയായി രണ്ടാം മത്സരത്തിലും അല്ലെങ്കിൽ മൂന്നാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തകർത്താടിയപ്പോൾ ജിമിനസ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. 2 ഗോളിന് ലീഡെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷ FC കൊയ്യിഫിന്റെ സെൽഫ് ഗോളിലൂടെയാണ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. കൂടാതെ അവരുടെ സൂപ്പർ താരം ഡിയോഗോ മോറിസിയുടെ ഗോളിലൂടെ ഒഡീഷ FC മത്സരം സമനില പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടെങ്കിലും തുടർച്ചയായി രണ്ടാം തവണയും രണ്ടാം എവേ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സും മിന്നും പ്രകടനമാണ് നോവോസൗദോയും കേരള ബ്ലാസ്റ്റേഴ്സും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ ഒരു പെനാൽറ്റി റഫറി നിഷേധിച്ചിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും 3 പോയിന്റുമായി ഒഡീഷയിൽ നിന്നും മടങ്ങാമായിരുന്നു. എന്തായാലും നിർണായകമായ സൂചനകൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം പകരുന്ന വാർത്തകൾ തന്നെയാണ്. എവേ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. FC ഗോവയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ നോവോസൗദോയി തകർപ്പൻ പ്രകടനം കളം നിറഞ്ഞു കളിക്കുന്ന താരമാണ് നോവോസൗദോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ. എന്തായാലും തുടർച്ചയായ രണ്ടാം മത്സരം സമനില വഴങ്ങുമ്പോൾ സ്റ്റാരേക്ക് കീഴിൽ 2 എവേ മത്സരങ്ങളിൽ നിന്നും നിർണായകമായ 2 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. അത് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. എന്തായാലും തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ നോവോസൗദോയും കേരള ബ്ലാസ്റ്റേഴ്സും മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വരും മത്സരങ്ങളിലും ഇത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ ബാംഗ്ലൂർ FCയെ നേരിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നതിന് മുമ്പ് ഒരു എവേ മത്സരം കൂടി ബാക്കിയുണ്ട്, മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കൊൽക്കത്തയിൽ വെച്ച്.